അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുന്നു. ചികിത്സയ്ക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് ഡോക്ടർമാർ നൽകിയ മൊഴി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആ സംഘമാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വേണുവിന്റെ ചികിത്സ നടത്തിവന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഈ മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പക്ഷാഘാതം വന്നിട്ടുള്ളയാളാണ് വേണു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിയാറ്റിൻ ലെവല് നോർമലാകാതെ ആൻജിയോഗ്രാം അടക്കം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു നോർമലായി എത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക്, അതായത് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അത്തരത്തിലാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് വേണുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയിലടക്കം വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വേണുവിന്റെ തന്നെ വാക്കുകളിൽ കേരളം കേട്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡിഎംഇക്ക് സമർപ്പിക്കുക. ഡിഎംഇ ആയിരിക്കും തുടർന്ന് ആരോഗ്യവകുപ്പിൽ ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം ഇതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ സിന്ധു. ആരും കൂടെയില്ലെങ്കിലും നിയമ പോരാട്ടം തുടരുമെന്നും കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തതെന്നും സിന്ധു ചോദിക്കുന്നു. ആൻജിയോഗ്രാമിന് തള്ളി എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇതല്ല അവർ പറഞ്ഞത്. ആൻജിയോഗ്രാമിന് അപ്പോയിന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാ പറഞ്ഞത്. എന്തിനാണ് അവരിങ്ങനെ മാറ്റി മാറ്റി ഒരു ജീവൻ വെച്ചാണോ അവർ കളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഈ പേഷ്യന്റിന് ഇത്രയും ക്രിട്ടിക്കൽ എന്തുകൊണ്ട് അവർ ഐസിയുലോട്ട് മാറ്റിയില്ല? അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. ഐസിയുലോട്ട് കയറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല, അവർ വാർഡിലോട്ടാണ് മാറ്റിയത്. ഒ പിയിൽ ചെന്നപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് വാർഡിലോട്ടാണ് മാറ്റിയത്. ഞങ്ങളെ ഐസിയുവിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അന്ന് ആ സമയത്ത് പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ബ്ലഡ് റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നു, നോക്കുന്നു, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ച ചെയ്യാം എന്നേ പറഞ്ഞിട്ടു. അല്ല വേറെ ഒറ്റ കാര്യങ്ങൾ പോലും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. ബൈസ്റ്റാൻഡർ എന്തിനാണ് അവിടെ നിർത്തുന്നത്? അവർക്ക് ചോറും കറിയും വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ബൈസ്റ്റാൻഡർ നിർത്തുന്ന. ഡോക്ടേഴ്സിനോട് ചിന്തിക്കാൻ പറയണം. 2 വളർന്ന പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നാഥനാണില്ലാതെ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാരും ഇപ്പൊ വെച്ച് കൈയൊഴിയുവാണ് അവരുടെ ഭാഗത്ത്. ഇത്രയും വലിയ തെറ്റ്, ഇത്രയും കണ്ടീഷൻ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഐസിയിൽ കയറ്റി? ഞാൻ അവസാന സമയത്ത് ഐസിയിൽ കൊണ്ടുപോകുമ്പോൾ ഐസിയിൽ ആളുകൾ തിങ്ങി വിങ്ങി കിടക്കുമല്ലായിരുന്നു. 3-4 പേഷ്യൻസേ ഉള്ളൂ അതിനകത്ത് ആവശ്യത്തിനുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല അവിടെ? സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ച് പോകണം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു. നിരന്തരമായി സിസ്റ്റത്തിൽ ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവര് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവര് അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓള്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യ രംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്.